ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്പാർക്ക് അങ്ങോട്ട് പോയി എന്നുള്ളത്. ഈ സ്പാർക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമുക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു മടുപ്പ് എന്നുള്ളതല്ല, എന്നാലും പഴയ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റോ അട്രാക്ഷനൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് നിലനിർത്താൻ പറ്റും. സ്പാർക്ക് നമുക്ക് തന്നെ നിലനിർത്താനായിട്ട് കഴിയും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നിലനിർത്താൻ പറ്റുക? അതായത് സ്പാർക്ക് നിലനിർത്താൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ സ്പാർക്കൊക്കെ പോയി എന്ന് തോന്നുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതൊക്കെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സ്പാർക്ക് എന്ന് പറയുന്നത് അതിലാണ് നമുക്കിപ്പോൾ ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും ഉണ്ടാവും വേണം. സോ അത് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെയിലി നിങ്ങൾ തമ്മിൽ സംസാരിക്കുക എന്നുള്ളതാണ്. സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോണിലൂടെ സംസാരിക്കുന്ന ആളുകളുണ്ട്, നേരിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഫോണിലൂടെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് തോന്നുന്ന ആളുകൾ ഫോണിലൂടെ സംസാരിക്കാം. 15 മിനിറ്റ് നിങ്ങൾ എന്നും സംസാരിച്ചിരിക്കണം. അതല്ലാതെ നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ നേരിട്ട് സംസാരിക്കാം. ഈ സംസാരിക്കുന്ന 15 മിനിറ്റ് നേരിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ കയ്യിൽ ഫോൺ പാടില്ല, മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് എന്നൊരു ചിന്തയിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് നിങ്ങളും പ്രകടിപ്പിക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുക. ഫോണിലൂടെ സംസാരിക്കുന്നവരാണെങ്കിൽ പിന്നെ എന്താ എന്നൊന്നും ചോദിച്ചുകൊണ്ടിരിക്കാതെ, അതിനും ഒരു രസമുണ്ട്, അങ്ങനെയല്ല, എന്നാലും അത് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കാതെ പരസ്പരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അന്ന് നടന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഭാവി പ്ലാനിങ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും ഒരു ദിവസം 10-15 മിനിറ്റ് എങ്കിലും നിങ്ങൾ സംസാരിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം അപ്രിസിയേഷൻ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അവരിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമായി, ഞാനതിനെ വിലമതിക്കുന്നു എന്ന് നമ്മൾ അറിയിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു അപ്രിസിയേഷൻ നൽകുക എന്നുള്ളത്. അത് അവരുടെ അടുത്ത് തുറന്ന് പറയുക, നന്നായിരുന്നു എന്നുള്ള ഒരു കാര്യം. അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ അവർക്കത് കൂടുതൽ ഒരു മോട്ടിവേഷൻ ആവുകയാണ് ചെയ്യുക. തുടർന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ അപ്രിസിയേഷനും വളരെയധികം പ്രാധാന്യമുണ്ട് എല്ലാ റിലേഷൻഷിപ്പിലും. അതുകൊണ്ട് അപ്രിസിയേഷൻ നൽകുക, അതേപോലെ തന്നെ നന്ദിയും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇവരെന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി കൂടി പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അവർക്ക് നിങ്ങളടുത്ത് ഒരു ഇഷ്ടം ഉണ്ടാവുക. മാത്രമല്ല എപ്പോഴും നിങ്ങളുടെ അങ്ങനെ കേൾക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ മറക്കരുത്. മൂന്നാമത്തെ ഒരു കാര്യം പുതിയ പുതിയ അനുഭവങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പങ്കിടുക എന്നുള്ളതാണ്. അതായത് രണ്ടുപേരും ഒരുമിച്ച് പുതിയ പുതിയ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കുക. ഒരുമിച്ചൊരു സ്ഥലത്ത് പോവാം, ട്രാവൽ ചെയ്യാം, അതല്ലെങ്കിൽ ഒരുമിച്ച് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ചുള്ള ഓരോ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് അനുഭവങ്ങളായിട്ട് മാറും എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് ആലോചിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ഇല്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഈ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് ഇല്ലാത്തത്. സോ സ്പാർക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചുള്ള നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഒരുമിച്ച് തന്നെ ചെയ്യാം. അതിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മൂവി കാണാൻ പോവുക. ഇതൊക്കെ അവർക്ക് വളരെയധികം നല്ലൊരു മെമ്മറി ആയിട്ട് മാറുകയാണ് ചെയ്യുക. അവിടെയൊക്കെ നിങ്ങളോടുള്ള ഒരു ഇഷ്ടവും സ്പാർക്കൊക്കെ കൂടുകയാണ് ചെയ്യണത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തമാശയും കളിയും ചിരിയൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റത്തെ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, അതേപോലെ ഒത്തിരി സംസാരിക്കുന്നു, ഓരോ തമാശകൾ പറയുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് ചലയടിക്കാന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വല്ലാണ്ട് സംസാരിക്കാണ്ടാവും. ഭയങ്കര എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കും. അതായത് സർഫേസ് ലെവലുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. വല്ലാണ്ട് നമ്മൾ തമാശകൾ പറയാതെയാവും. അതൊക്കെ ഭയങ്കര മടുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. എപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടുന്നത് തമാശയും കുറച്ചൊന്ന് ലളിതമായിരിക്കുന്ന ഒരു പേഴ്സണെയാണ്. അങ്ങനെയുള്ള ഒരാളായിട്ട് ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൂടി നിങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴോ നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോഴോ അവർക്കത് വളരെ ഒരു ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയായിട്ട് മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് കളിയും ചിരിയും തമാശയും ഒക്കെ നിങ്ങളിൽ ആ ഒരു സംസാരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം ഇമോഷണൽ കണക്ഷൻ കുറച്ചുകൂടി ശക്തമാക്കുക എന്നുള്ളതാണ്. അവരുടെ അടുത്ത് അങ്ങോട്ട് ചോദിക്കാം, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം.
അതേപോലെ തന്നെ ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. അവരുടെ ബർത്ത്ഡേ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോഴോ. ഇപ്പോൾ സ്പെഷ്യൽ ഡേയ്സ് ഒന്നുമില്ല, അതാകുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുമല്ലോ. അങ്ങനെ അല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇടയ്ക്കൊക്കെ ഓരോ സർപ്രൈസുകൾ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ അവർക്ക് വളരെയധികം നിങ്ങളോട് ഇഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. അട്രാക്ഷനൊക്കെ നിലനിർത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ അവരുമായിട്ട് ഏറ്റവും നല്ല അടുപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഡെയിലി സംസാരിക്കുമ്പോൾ തന്നെ അത് വരും എന്നുള്ളത് ശരിയാണ്. അതേപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൂടി കാണിക്കണം. സംസാരിക്കാനും അവരെക്കുറിച്ച് അറിയാനും ഒക്കെ നിങ്ങൾ വലിയ രീതിയിലുള്ള താല്പര്യം കാണിക്കാൻ ശ്രമിക്കുക. അങ്ങനെ താല്പര്യം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഇഷ്ടമുണ്ടെന്ന് അവർക്ക് തോന്നും. അങ്ങനെയാകുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനും താല്പര്യം കാണിക്കും, നിങ്ങളോടും ആ ഒരു ഇഷ്ടം കാണിക്കും. അതേപോലെ സർപ്രൈസുകൾ കിട്ടുമ്പോഴൊക്കെ അവർ വളരെ ഹാപ്പി ആവും എന്നുള്ളതാണ്. സർപ്രൈസുകൾ ഇഷ്ടപ്പെടാത്ത ആളുകളായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഇഷ്ടം ഉണ്ടായിരിക്കും, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടാവുക ചെയ്യാം. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പറ്റുന്ന പോലെ ഓരോ സർപ്രൈസുകളും കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നിങ്ങൾക്കിടയിലുള്ള സ്പാർക്ക് അതൊക്കെ പോയി ഇപ്പം അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കത് വീണ്ടെടുക്കാനും പറ്റും. അതേപോലെ അതൊക്കെ നിലനിർത്താനും പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് മാത്രം. കുറേ കാര്യങ്ങളുണ്ട്, ഇതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ എന്തായാലും സ്പാർക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഫോളോ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.